ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ഉൾപ്പുഴുക്കം ഉണ്ടാക്കുകയാണ്, ചൂടുണ്ടാക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന ഈ കണ്ടീഷനിലൊക്കെ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. കാരണം പതിവായിട്ട് കോഴി കഴിക്കുന്നവരിൽ പല പല രോഗസാധ്യതകളുണ്ട്. പിന്നെ അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അത് അനുയോജ്യമാണോ എന്ന് തിരിച്ചറിയില്ലാണ്. അപ്പൊ നമ്മൾ ആയുർവേദ രീതിയിൽ ഒരു വാതപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് ഭക്ഷണം ചിട്ടപ്പെടുത്താന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ധരിക്കുന്നത് ഇത്തരം ചില സംഗതികൾ ഒഴിവാക്കാൻ പറയുന്നത് ഈ ആയുർവേദ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒഴിവാക്കുക എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അത് സത്യമല്ല. അതുകൊണ്ടല്ല, അതായത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ദേഹപ്രകൃതിക്കും അനുയോജ്യമല്ലാത്തത് ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഈ കോഴി കഴിച്ചു കഴിഞ്ഞാൽ കോഴി ചൂടാണ്, ശരീരത്തിൽ ചൂട് കൂട്ടുന്നു, ഉൾപ്പുഴുക്കം ഉണ്ടാക്കുന്നു, അതുവഴി പിത്തദോഷം വർദ്ധിപ്പിക്കുന്നു, രക്തധാതുവിനെ ദുഷിപ്പിക്കുന്നു. ഇത്രയും സംഗതികൾ ഉണ്ടാകുന്നുണ്ട്, ഉറപ്പാണ്. അപ്പൊ ഈ രക്തധാതു ദുഷിക്കുകയും അതുപോലെ പിത്തദോഷം വർദ്ധിക്കുകയും വഴി ഉണ്ടാകുന്ന രോഗാവസ്ഥകളെല്ലാം തന്നെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു ആയുർവേദ കാഴ്ചപ്പാട്. ഇനി മറ്റു ചില സംഗതികൾ ഇതിലടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഇതിനെ വളർത്തുന്നതിന് പല രീതിയിലും പലരും ചില കമ്പനികൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ആന്റിബയോട്ടിക് ഫ്രീ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത്തരം സംഗതികൾ ഇതിൽ ചേർക്കുന്നുണ്ടാകാം. ഇനി അതുപോലെ പലതരത്തിലും ഹോർമോൺസോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഹോർമോൺസും ആന്റിബയോട്ടിക്സും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ പൈൽസ് പോലത്തെ രോഗാവസ്ഥ. പൈൽസ് രോഗമുള്ളവരാണെങ്കിൽ അത് വർദ്ധിച്ചിരിക്കും. ചിക്കൻ കഴിച്ചാൽ, കോഴി കഴിച്ചാൽ, അത് നാടൻ കോഴിയായാലും ലഗോൺ കോഴിയായാലും കോഴി മുട്ടയായാലും. ഈ ചക്ക കഴിക്കരുതെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കാറുണ്ട് ചക്കക്കുരു കഴിക്കാൻ പറ്റുമോ. അപ്പൊ അതുകൊണ്ട് പറയാണ് കോഴി കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും കോഴിമുട്ട കഴിക്കാമെന്ന്. രണ്ടും പാടില്ല, രണ്ടും ചൂടാണ്. ഈ ഉൾപ്പുഴുക്കം ഉണ്ടാക്കും, വിദാഹം ഉണ്ടാക്കും, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും, രക്തധാതു ദുഷിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാകാം. പൈൽസ് ഉള്ളവർക്ക് പൈൽസ് കൂടാം. ഓക്കെ, കോഴി കഴിച്ചുകൊണ്ട് മാത്രം പൈൽസ് ഉണ്ടാകണമെന്നില്ല. പാരമ്പര്യമായിട്ട് പൈൽസ് ഉള്ളവര്, അതല്ലെങ്കിൽ വളരെ കാലമായിട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ, അർശസ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ കോഴി കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വരും. ഇനിയിപ്പോ സർജറി കഴിഞ്ഞു പൂർണ്ണമായിട്ട് മാറ്റി എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവരും കോഴി കഴിച്ചാൽ അത് വീണ്ടും വരാനായിട്ടും വളരാനായിട്ടും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പൈൽസ്, അതുപോലെ അടുത്തായിട്ട് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് പേരാണെന്ന്. ഓക്കെ, അത്തരക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട സംഗതിയാണ് കോഴിയും കോഴിമുട്ടയും. ശരീരത്തിൽ ചൂട് കൂട്ടുമ്പോൾ മാംസാഗ്രങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു, അത് വീണ്ടും ഈ പൈൽസ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. അതുവഴി ഉണ്ടാകുന്ന ബ്ലോക്കുകൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം, മലബന്ധം ഉണ്ടാക്കാം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മലബന്ധം ഉള്ളവരും പൈൽസ് ഉള്ളവരും തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇനി അതുപോലെ തന്നെയാണ് ഫിസ്റ്റുല ആയാലും ഫിഷറിൻ നാനോ എന്ന് പറയുന്ന കണ്ടീഷൻ ആയാലും നമ്മൾ ചിക്കൻ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പൈൽസ്, ഫിസ്റ്റുല, ഫിഷറിൻ നാനോ, കോൺസ്റ്റിപ്പേഷൻ ഇത്തരം കണ്ടീഷനിൽ കഴിക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ രക്തദൂഷ്യം കൂട്ടുമെന്ന് പറഞ്ഞല്ലോ. രക്തദൂഷ്യം വർദ്ധിപ്പിക്കും, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതുകൊണ്ട് രക്തദൂഷ്യം കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള സ്കിൻ ഡിസീസ്, ഇന്ന് ഒരുപാട് പേര് ത്വക്ക് രോഗങ്ങൾ അനുഭവിച്ചവരാണ്. ചർമ്മത്തിന് പലതരം രോഗങ്ങൾ. ഭൂരിഭാഗം പേർക്കും ഇത് ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ തെറ്റായ ഭക്ഷണ രീതിയാണ്. നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തത് എന്തോ നിങ്ങൾ കൂടുതലായിട്ട്, അളവിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ശുദ്ധീകരിക്കാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് പതിവായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചർമ്മരോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രധാന വില്ലനാണ് കോഴിമാംസവും കോഴിമുട്ടയും. കാരണം എന്താ, ഈ ചൂട് കൂട്ടുമ്പോൾ പിത്തദോഷം വർദ്ധിക്കുന്നു, രക്തധാതു വർദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചർമ്മരോഗങ്ങളിൽ പൊതുവെ പിത്തദോഷവും കഫദോഷവുമാണ് വർദ്ധിക്കുന്നത് കൂടുതലും. അപ്പൊ ഈ പിത്തദോഷവും കഫദോഷവും വർദ്ധിച്ചുണ്ടാകുന്ന ഇത്തരം ചർമ്മരോഗങ്ങളിൽ നമ്മൾ കോഴി പതിവായിട്ട് കഴിച്ചാൽ ആ രോഗാവസ്ഥ കൂടിയിരിക്കും. ഇത് മാത്രമല്ല, പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തദൂഷ്ടി കൊണ്ടുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥകളിലും കോഴിമാംസവും കോഴിമുട്ടയും ഒഴിവാക്കുന്നതിലാണ്. ഇനി അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസ്ഥൗല്യം, അമിത ശരീരഭാരം ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ കഴിച്ചുണ്ടാകുന്ന കോഴികളായതുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ലേഡീസിലൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള രോമ വളർച്ച, ഹെയർ ഗ്രോത്ത്, ഇതൊക്കെ കോഴി കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഉണ്ടാകുന്നുണ്ട്. അമിത രോമ വളർച്ച ജന്മനാലുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഹോർമോൺസും ആന്റിബയോട്ടിക്സും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സംഗതികൾ ഒഴിവാക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് കോഴിമാംസം. നമ്മുടെ ശരീരത്തിൽ ഈ അമിത രോമ വളർച്ച ഉണ്ടാകുക, അമിത നിതംബവും സ്ഥലങ്ങളും ഒക്കെ അമിതമായിട്ട് വളരുക, അതിപ്പോ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇത് സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത്തരക്കാര് ഈ കോഴിമാംസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൈൽസ്, ഫിസ്റ്റുല, ഫിഷറിൻ നാനോ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ അമിത ശരീരഭാരം, സ്കിൻ ഡിസീസ്. ഇനി രക്തവാദത്തില് പ്രധാനമായിട്ട് ഈ രക്തധാതു ദൂഷിക്കുന്നുണ്ട്, പിത്തദോഷവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് രക്തവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിനോട് കോഴി അതുപോലെ കോഴിമുട്ടയും ഉപേക്ഷിക്കാനായിട്ട് പറയാറുണ്ട്. ഓക്കെ, അത് കാരണം ഇതാണ്. ഇത് ദഹിച്ച ശരീരത്തിൽ ഒരു ഉൾപ്പുഴുക്കം, ചൂട്, നിങ്ങൾക്ക് അറിയാം. പലപ്പോഴും ഇത് കഴിക്കുമ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ ചുവന്നു വരിക, ചുടിച്ചിൽ അനുഭവപ്പെടുക, ഇതൊക്കെ പലരും പറയാറുണ്ട്, പേഷ്യൻസ് പറയാറുള്ള സംഗതികളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ രക്തവാദ രോഗികളും ത്വക്ക് രോഗികളും ഇത് ഒഴിവാക്കണം. ഇനി അടുത്തതായിട്ട് രക്തം വർദ്ധിക്കുന്ന വഴി പലതരത്തിലുള്ള അലർജീസ്, സ്കിൻ അലർജീസ്, അതുപോലെ ഡസ്റ്റ് അലർജി, സ്നീസിങ്, തുമ്മല്, ഇത്തരക്കാരും അത് പിത്തം വർദ്ധിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ കോഴിമാംസവും കോഴിമുട്ടയും ഒഴിവാക്കുന്നതായിരിക്കും. ഇനി സ്വതവേ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജന്മന ബൈ ബർത്ത് നിങ്ങളുടെ ബോഡി ടൈപ്പ് പിത്തദോഷം ഡോമിനേറ്റ് ചെയ്യുന്ന, പിത്തദോഷം അധികരിച്ചുള്ള ശരീരപ്രകൃതി ആണെങ്കിൽ നിങ്ങൾ കോഴിമാംസം കഴിവതും ഒഴിവാക്കണം. കാരണം അത് നിങ്ങളുടെ ശരീരപ്രകൃതി പിത്തമാണ്, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ഇത്. അപ്പം കോഴിമാംസം പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിത്തദോഷം വർദ്ധിക്കുക, അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് രോഗാവസ്ഥകൾ, ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന പല രോഗാവസ്ഥകളും നിങ്ങളെ പിന്തുടരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോഴിമാംസം ഒഴിവാക്കുന്നതിലാണ്. ഈ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് നമ്മൾ രോഗികളോട് കോഴിമാംസം ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അതല്ലാതെ ആയുർവേദ മരുന്ന് കഴിക്കുന്നതുകൊണ്ടല്ല. നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു കല്യാണം, ഒരു പാർട്ടി, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിലിങ്ങനെ കോഴിയൊക്കെ കഴിക്കേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ അന്ന് ഈ മരുന്ന് കഴിക്കേണ്ടെന്ന്
അവസാനിച്ചു എന്ന് പറയും. അത് പരമവിഡ്ഢിത്തരാണ്. കാരണം നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും ഈ സംഗതി ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ പിത്തദോഷവും രക്തധാതുവും ദുഷിച്ചിരിക്കുന്നത് കുറഞ്ഞു വരുമ്പോൾ ആ രോഗാവസ്ഥയിൽ കാര്യമായ മാറ്റം കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഇവിടെ കൊടുക്കുന്ന വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കയറി കാണാവുന്ന